അങ്ങനെ അനന്തപുരിയിൽ നമ്മുടെ നവ്യ വിശേഷം അറിയിച്ചിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിലാണ് അനന്തപുരിയിലുള്ള എല്ലാവരുടെയും കണ്ണുകളിൽ അത് വളരെയധികം പ്രതിഫലിപ്പിച്ച് കാണാനും പറ്റുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷമായിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യയുടെ ഗർഭം അറിഞ്ഞിട്ട് നമ്മുടെ കനക വരെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ കനക അനന്തപുരിയിൽ വെച്ചിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ജലജയെയും നമ്മുടെ അഭിയെയും നിർത്തി പൊരിക്കുകയാണ്. അങ്ങനെ അവിടെ എല്ലാവരുടെയും മുന്നിൽ നമ്മുടെ നവ്യ ഹീറോയായി മാറിയിരിക്കുകയാണ്. ഹീറോയിൻ ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും കണ്ണുകളിലുള്ള ഈ മിന്നിമറയുന്ന സന്തോഷം, എല്ലാവർക്കും അത്രയേറെ സന്തോഷമുണ്ട്. നവ്യയുടെ ഗർഭത്തിൽ ഒരു കുഞ്ഞുവാവ് വരാൻ പോവുകയല്ലേ പുതുതായിട്ട്. എന്നാൽ ആ സന്തോഷങ്ങളെ എല്ലാത്തിനെയും വെട്ടിമുറിച്ചുകൊണ്ട് ഇഷ്ടമല്ലാത്തതായിട്ട്, അതായത് ദേഷ്യവും വെറുപ്പും കലർന്ന 4 കണ്ണുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ട് ആ 4 കണ്ണുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കണ്ണുകൾ മറ്റാരുടേതുമല്ല, നമ്മുടെ അഭിയുടെയും നമ്മുടെ ജലജയുടെയും കണ്ണുകളാണ്. ആ 4 കണ്ണുകൾ അവർക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല നമ്മുടെ നവ്യയുടെ ഗർഭം. കാരണം അവർ എങ്ങനെയെങ്കിലും നമ്മുടെ നവ്യയെ അവിടുന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പം ഗർഭം കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെ ഒഴിവാക്കും എന്ന ചിന്തയിലാണ് അവരിങ്ങനെ. അങ്ങനെ അമ്മയും മോനും കൂടി ഭയങ്കരമായ ചിന്തകളിലും ചർച്ചകളിലും ഒക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ അനന്തപുരിയിൽ ചില സംഭവ വികാസങ്ങൾ കൂടി ഉണ്ടാവുകയാണ്. ആ സംഭവ വികാസങ്ങളിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, ഭയങ്കര മറവിയാണ്, ഒടുക്കത്തെ മറവിയാണ്. മറവി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയുന്നതെന്ന് പോലും ഒരു ഓർമ്മയുണ്ടാവില്ല. കാരണം പറയാൻ വരുന്നത് പോലും പെട്ടെന്ന് മറന്നുപോകും. പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ ഇപ്പോൾ തന്നെ. എന്നിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് കച്ചാന്ന് പറഞ്ഞും എത്താൻ തുടങ്ങുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ സംഭവ വികാസങ്ങളിലേക്ക് പോകാം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ നയനയും നവ്യയും തമ്മിൽ നല്ല സ്നേഹത്തിലായിരിക്കുകയാണ്. നമ്മുടെ നവ്യയ്ക്കാണെങ്കിലുണ്ടല്ലോ, ഗർഭിണിയായതിനെ തുടർന്ന് അവിടെ ഒരു പ്രത്യേക പരിഗണനയും സ്നേഹവും ലാളനയും ഒക്കെ കിട്ടുകയാണ്. ആ ഒരു പരമാധികാരം അതായത് കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ കനക പറഞ്ഞു കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. കനക അവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം കുറച്ച് ദിവസം മകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ വച്ച് വിളമ്പി മകളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കനക അവിടെ തന്നെ നിൽക്കുകയാണ്. ആ സമയത്തിന് തന്നെ നമ്മുടെ ജലജയെയും അഭിയെയും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഏകദേശ രൂപം നമ്മുടെ നവ്യയ്ക്ക് പകർന്നു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അത് പ്രകാരം നമ്മുടെ നവ്യ എന്ത് ചെയ്യുകയാണെന്നോ, നമ്മുടെ അഭിയെയും അതുപോലെ നമ്മുടെ ജലജയെയും വരയ്ക്കകത്ത് നിർത്തുകയാണ് നമ്മുടെ നവ്യ ചെയ്യുന്നത്. എൻ്റെ പൊന്നോ, ഇനിയിപ്പോൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ പ്രൊമോ വന്നതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതൊക്കെ തന്നെയായിരുന്നു ഏകദേശം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാലും പ്രൊമോയെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം. അങ്ങനെ നമ്മുടെ പ്രൊമോ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നവ്യയ്ക്കുണ്ടല്ലോ, ഗർഭം വന്നതിന് ശേഷം നമ്മുടെ ജലജയ്ക്കിട്ട് നല്ല പണികൾ ഇങ്ങനെ സമയത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നവ്യ. രാത്രിയിൽ നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ജലജയെ വിളിച്ചിട്ട് നമ്മുടെ നവ്യ പറയുകയാണ്, അതേ എനിക്ക് ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് എനിക്ക് കുറച്ച് ചൂട് കോഫിയുടെ ആവശ്യമുണ്ട്, പെട്ടെന്ന് കൊണ്ടുപോവാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, ഞാനോ? അതെ, നിങ്ങൾ തന്നെ, എനിക്ക് ഇപ്പം തന്നെ കിട്ടണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ജലജ രാത്രിയിൽ തന്നെ കോഫി ഉണ്ടാക്കി കൊണ്ടുവന്ന് നവ്യയ്ക്ക് കൊടുക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ നവ്യ കൊടുത്തിരിക്കുന്ന അടുത്ത പണി നമ്മുടെ അഭിക്കാണ്. അഭിയോട് പറയണം, എടാ എനിക്ക് നല്ല ദാഹമുണ്ട്, നല്ല ക്ഷീണമുണ്ട്, കുറച്ച് ലെമൺ ജ്യൂസ് കൊണ്ടുപോവാ എന്നിങ്ങനെ പറയണം. അപ്പോൾ അഭി ചോദിക്കണം, ഞാനാണോ എടുക്കേണ്ടത്? പിന്നല്ലാതെ, നീ എടുത്താൽ എന്താ കുഴപ്പം? നീ എടുത്താൽ എന്താ, ലെമൺ ജ്യൂസ് ആവില്ലേ? പെട്ടെന്ന് പോയിട്ട് വാ. അങ്ങനെ നമ്മുടെ ലെമൺ ജ്യൂസ് നമ്മുടെ അഭി കൊണ്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നവ്യ പറയുന്നത്, എൻ്റെ കാലിനൊക്കെ നല്ല ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്, എൻ്റെ കാലൊന്ന് തിരുമ് എന്നിങ്ങനെ പറയുകയാണ് അഭിയോട്. അങ്ങനെ നമ്മുടെ അഭിയെ കൊണ്ട് നമ്മുടെ നവ്യ കാല് തിരുമിക്കുകയാണ്. അപ്പോൾ അഭി പറയുകയാണ്, ഇതൊക്കെ ഞാൻ എന്തിനാ ചെയ്യുന്നത്? ഞാനാണോ ഇതൊക്കെ ചെയ്യേണ്ടത്? പിന്നെ നീ അല്ലാതെ പിന്നെ വേറെ ആരാ ചെയ്യേണ്ടത്? എടാ, ഒരിത്തിരി മയത്തിനൊക്കെ കാല് തിരുമുക, ഇങ്ങനെയൊക്കെ തിരുമിയാലുണ്ടല്ലോ എൻ്റെ കാല് ഒടിഞ്ഞു പോവും എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ജലജയെയും അഭിയെയും വറചട്ടിയിലിട്ട് ഇങ്ങനെ വറുത്ത് കോരുകയാണ് നമ്മുടെ നവ്യ.
അങ്ങനെ ഏകദേശം നമ്മുടെ നവ്യയുടെ പ്രയോഗങ്ങൾ മൂലം നമ്മുടെ ജലജയ്ക്ക് നാക്കെടുത്തനക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊമോ വീഡിയോയിലേക്ക് കണ്ടത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ അഭിയെയും അതുപോലെ നമ്മുടെ ജലജയെയും നമ്മുടെ നവ്യ ചോദ്യം ചെയ്യുന്നത് കണ്ടിട്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും പോലും ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. ഈ കുട്ടി എങ്ങനെയായി ഇതൊക്കെ എന്താ ഇവിടെ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ. ശരിക്കും പറയുകയാണെങ്കിൽ നവ്യ ഇനി ആ ഒരു ഗർഭത്തിൻ്റെ പേരിൽ ഇനി അനന്തപുരി മൊത്തവും അടക്കി ഭരിക്കുമോ? ഇനി മുത്തശ്ശനെ അടിച്ച് വെളിയിൽ കളയുമോ? ദേവയാനിയൊക്കെ ചവിട്ടിയെടുത്ത് ദൂരെ ഒടിച്ചു മടക്കി കളയുമോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത വീക്കെൻഡ് എപ്പിസോഡ് ഫുള്ള് കാണണം. അതായത് വീക്കെൻഡ് ഇത് പ്രൊമോയാണ് കേട്ടോ പറഞ്ഞത്. അതായത് തിങ്കളാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടോ എന്തോ, ഇഷ്ടമായവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്തേക്കൂ. പിന്നെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോകളൊക്കെ ചെയ്യാനുള്ള പ്രചോദനം ഏകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് നല്ല നല്ല കമൻറ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അങ്ങനെ എനിക്ക് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇപ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം വീണ്ടും വീണ്ടും നന്ദി. അതുമാത്രമല്ല നന്നായിട്ട് ലൈക്കുകളൊക്കെ വരുന്നുണ്ട്. ലൈക്ക് തരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്നാലല്ലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കൂടിയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും എല്ലാവർക്കും ഞാൻ വീണ്ടും 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 നന്ദി പറയുകയാണ്. നന്ദി പറയുന്നതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഉണ്ട്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തോളൂ കേട്ടോ. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി എന്തായാലും നാളെ നല്ല അടിപൊളി റിവ്യൂകളായിട്ട് ഇങ്ങനെ ചടപടാന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വരുന്നതായിരിക്കും. അതുവരെ ഇപ്പോൾ എല്ലാവർക്കും ബൈ.